ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് നമ്മളുടെ ഒരു ഫ്യൂച്ചർ ഡോക്ടറെ ഇവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അഫ്താബ് അല്ലേ? അഫ്താബിന്റെ അതെ. വീട് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ അഫ്താബ് വളരെ നല്ലൊരു വിജയമാണ് ഇപ്രാവശ്യം നീറ്റിൽ ടോപ്പ് സ്കോർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് സ്റ്റുഡൻ്റ് ആണ് അല്ലേ? അഫ്താബിന്റെ സൈലത്തിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാനാണ് വന്നത്. എന്തുകൊണ്ടാണ് കൊല്ലത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വന്നത്? കൊല്ലത്തുനിന്ന് കോഴിക്കോട് തിരഞ്ഞെടുക്കാൻ മെയിനായിട്ട് കാരണം തന്നെ സൈലത്തിൻ്റെ ഫാക്കൽറ്റീസ് ആണ്. അവരെ പ്ലസ് ടു മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീച്ചിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് ഓറിയൻറ്റേഷനും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തതാണ് കോഴിക്കോട്. ഓക്കെ. അപ്പം എങ്ങനെ സൈലത്തിനെ കുറിച്ച് അറിഞ്ഞത്? പ്ലസ് ടു ക്ലാസ് കണ്ടിട്ടാണ് ആ അറിഞ്ഞത്? പ്ലസ് വൺ പ്ലസ് ടു വഴി പിന്നെ എൻ്റെ കുറച്ച് എൽഡേഴ്സ് അവിടെ പോയി പഠിച്ചായിരുന്നു മുമ്പത്തെ ബാച്ച്. പിന്നെ ഓക്കെ. അവരോട് ചോദിച്ചു, അവരുടെ അഭിപ്രായം തിരക്കി. അപ്പൊ സൈല ഇഷ്ടായി അങ്ങനെ. സൈലം സൈലം തന്നെ ഓപ്റ്റ് ചെയ്യാൻ ഓക്കെ. തിരഞ്ഞെടുത്തു. ഈ കൊല്ലത്തെയും കോഴിക്കോടെയും ഫുഡ് ഹാബിറ്റ്സും കുറെ വ്യത്യാസം ഇല്ലേ? അപ്പൊ അത് ആയിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റുമോ അവിടെ വന്നിട്ട്? എന്തായാലും അഡ്ജസ്റ്റ് ആവണമല്ലോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി. ഓക്കെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിലെ എക്സ്പീരിയൻസ്? അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി തന്നെ. അവരും ഫ്രണ്ട്ലി ടീച്ചേഴ്സ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് പോയി അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ പ്ലസ് വണ്ണ് നിങ്ങൾ കോവിഡ് ബാച്ച് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പ്ലസ് വണ്ണ് ഫുൾ ഓൺലൈൻ ആയിരുന്നു. പ്ലസ് ടുവിലാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലേക്ക് വരാൻ പറ്റിയത് അല്ലേ? അപ്പൊ ഈ പ്ലസ് വണ്ണിന്റെ ബേസിക്സ് ശരിക്കും ക്ലിയർ ആകാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതായിരുന്നു ഒരു മെയിൻ പ്രശ്നം. എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നം അതായിരുന്നു. അപ്പൊ തന്നെ പിന്നെ സൈലത്തിൽ തന്നെ ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായി. കണ്ടായിരുന്നു. ആദ്യം തന്നെ അത് കുറെ യൂസ്ഫുൾ ആയി, അത് കണ്ട് പഠിച്ചു. ഓക്കെ. അവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. നല്ല അന്തരീക്ഷം. പഠിക്കാനായിട്ട് അവർ തന്നെ മെറ്റീരിയലും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കാര്യമാണല്ലോ. അപ്പം കുഴപ്പമില്ലെന്ന്. സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ മോൻ യൂസ് ചെയ്ത് പഠിക്കുമായിരുന്നു അല്ലേ? അതൊക്കെ എങ്ങനെയാ യൂസ് ചെയ്തത് പഠിക്കുമ്പോൾ? സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ ഡെയിലി ക്ലാസ് കഴിഞ്ഞു പിന്നെ ഓഫ്ലൈൻ ഓൺലൈൻ വരുമ്പോൾ തന്നെ നമ്മുടെ ഡി പി പി ആയിരുന്നു മെയിൻ. നമ്മുടെ ഹെൽപ്പിംഗ് മെറ്റീരിയൽ ഡി പി പി പഠിക്കുന്നു. അത് കഴിഞ്ഞ് സൈലത്തിന്റെ മെറ്റീരിയൽ ചെയ്യുന്നു. അത് തന്നെ കുറെ കഴിഞ്ഞ് എക്സാമുകളും കാര്യങ്ങളും വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. പാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് അങ്ങനെ. മറ്റേ നമ്മുടെ മൈൻഡ് മാപ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ നോക്കായിരുന്നോ? അവസാനം ലാസ്റ്റ് ഒരു മന്ത് മൈൻഡ് മാപ്പ് നല്ല യൂസ്ഫുൾ ആയി. നല്ലപോലെ വെച്ച് പഠിച്ചു. ഓക്കെ. പിന്നെ ഏത് കോളേജിൽ പോയി പഠിക്കണം എന്ന ആഗ്രഹം? നല്ലൊരു പ്രീമിയം കോളേജിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഒരു പ്രീമിയം കോളേജിൽ തന്നെ പോകണമെന്ന് തന്നെ ആഗ്രഹം. ഓൾ ഇന്ത്യ കോട്ടയിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ. നോക്കണമെന്നാണ് ആഗ്രഹം അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ക്യാമ്പസിൽ? മെൻറ്റർമാര് അവര് നല്ല കൂടെ തന്നെ നിർത്തി. ഒരു വലിയ മെൻറ്റർ എന്നുള്ള രീതിയിലല്ലാണ്ട് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പഠിത്തമായാലും ബാക്കി ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ ആയാലും അവർ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ആദ്യമായിട്ടല്ലേ പഠിച്ചത്? അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഹൈബ്രിഡ് ആയിരുന്നു അല്ല എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്, പഠിക്കുമ്പം ഈ ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം യൂസ്ഫുൾ ആവുമെന്ന്. എൻ്റെ ഇപ്പം ബ്രദർ ആയാലും ഞാൻ അവനോടും സജസ്റ്റ് ചെയ്തതാണ് കുറേ പേരെടുത്ത്. കാരണം അത് നമ്മളെ പലതരത്തിലും യൂസ്ഫുൾ ആക്കും. ഓക്കെ. ഓൺലൈൻ ആദ്യം നമ്മൾ ടാബ് ഓൺലൈൻ വഴി പഠിച്ചിട്ട് പിന്നെ അതൊന്നും കൂടെ ഓഫ്ലൈനിൽ ചെന്ന് ഡൗട്ട് ക്ലിയറൻസും സാറുമാരെ നേരിട്ട് തന്നെ കണ്ട് പഠിക്കുമ്പം ചോദിക്കാം. അവരിരട്ടി ഗുണമാണ്. അപ്പോൾ ഈ ഓൺലൈനിൽ കാണുമ്പം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നോ? വീഡിയോസ് കാണുമ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. എന്നാലും നമുക്ക് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി ഡൗട്ടുകൾ ചോദിക്കാമല്ലോ അല്ലേ? നേരിട്ട് പോയിട്ട്. പിന്നെ ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ ടീച്ചേഴ്സ് അവിടെ ഡൗട്ട് ക്ലിയറൻസിന് വരില്ലായിരുന്നോ? അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ടീച്ചേഴ്സ് അവര് രാവിലെ വരും, ഡൗട്ട് ക്ലിയറൻസിനായിട്ട് വരും. നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെല്ലുന്നു, അവർ പറഞ്ഞു തരുന്നു, കാഷ്വൽ ആയിട്ട് ചോദിക്കുന്നു. എല്ലാ ഡൗട്ട്സും ചോദിക്കായിരുന്നു. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോ മോൻ എന്താ ഫീൽ ചെയ്തത്? എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ കുറെ ഫെമിലിയർ ആയിട്ട് തോന്നി. നമ്മൾ ഈ എക്സാം എഴുതിയതും മോക്ക് എഴുതിയതും തന്നെ കുറെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ റെഫർ ചെയ്ത ക്വസ്റ്റ്യൻസും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചെയ്ത എക്സാമിലെ ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സിൽ സന്തോഷം തോന്നി. അങ്ങനെ ചെയ്തു. അത് തന്നെയായിരുന്നു ഒരു മോട്ടിവേഷൻ, ക്വസ്റ്റ്യൻ ചെയ്യാനും തന്നെ. അപ്പൊ ആ ഒരു ഫീലിംഗിൽ ചെയ്തു. ഓക്കെ. പിന്നെ
ഏറ്റവും കൂടുതൽ മോന് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും മോന്റെ നീറ്റ് പ്രിപ്പറേഷനിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അതോ ഏതെങ്കിലും ഒരു ചാപ്റ്റർ? ലാസ്റ്റ് അവസാനത്തോട്ട് എത്തിയപ്പോൾ കുറെ റഷ്, എനിക്ക് പേഴ്സണലി ഒരു റഷ് തോന്നിയപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. ഓക്കെ, അല്ലാണ്ട് വേറെ അതെങ്ങനെ ഓവർകം ചെയ്തു? അത് ഞാൻ പയ്യെ പയ്യെ മറ്റേ എല്ലാം സൈലം LMRP ബാച്ച് റിവിഷനിൽ തന്നെ പയ്യെ അത് ഓവർകം LMRP ചെയ്തു. ക്ലാസ് ക്ലാസ് കയറുമായിരുന്നു. വരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് എത്ര മൂന്നാല് റൗണ്ട് ഓഫ് റിവിഷൻ ചെയ്തിട്ടാണല്ലേ നിങ്ങൾ ലാസ്റ്റ് തന്നെ സൈലത്തിന്റെ പല റിവിഷൻ പ്ലാനുകൾ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നമുക്ക് അതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നോണ്ട് അതൊക്കെ റെഫർ ചെയ്ത് ക്ലിയർ ക്ലിയർ ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ, അപ്പൊ നല്ല റിസൾട്ട് ആണ്. അപ്പൊ വീട്ടിലെല്ലാവർക്കും ഹാപ്പി ആണോ? എല്ലാരും ഹാപ്പിയാണ്. ഇവിടെ നമ്മുടെ കുറെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഇനി വരാനുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്? അവരോട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം നിങ്ങൾ സൈലം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സൈലം ഓപ്റ്റ് ചെയ്യുക. അവരെ വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവരെ നിങ്ങൾ ബിലീവ് ചെയ്യുക. അവർ നിങ്ങളെ കൈവിടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.